ഹായ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രസൻറ്റേഷൻ നല്ല രീതിയിലായിട്ടുണ്ട്. ഡയഗ്രാമൊക്കെ വരച്ചിട്ടും നല്ല പ്രസൻറ്റേഷൻ രീതിയാണ്. ഇപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇപ്പോൾ ഡിസ്കസ് ദ മൺസൂൺ വിൻ പാറ്റേൺ ഓഫ് ഇന്ത്യ ഫോർ ജൂലൈ ആൻഡ് ജനുവരി വിത്ത് റെഫറൻസ് ടു IT സീസൺ ഷിഫ്റ്റ്. ഇപ്പോൾ ഒരു ഡിസ്കസ് ആണ്. ഇപ്പോൾ എല്ലാ പെർസ്പെക്റ്റീവും ആഡ് ചെയ്യണം. ഇതല്ല ഡിസ്കസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ നല്ലതായിരുന്നു. മൺസൂൺ ഈസ് എ ഡിസ്റ്റിങ് ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് വിത്ത് ഓൾട്ടർനേറ്റ് വെറ്റ് ആൻഡ് ഡ്രൈ സീസൺ. ഒരു കീവേഡ് നല്ലതാണ്. വെറ്റ് ആൻഡ് ഡ്രൈ സീസൺ ബൈ സീസണൽ റിവേഴ്സൽ ഓഫ് വിൻഡ്സ് മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ ട്രോപ്പിക്കൽ സദേൺ പാർട്ട്. ഓക്കെ, ഈസ്റ്റേൺ പാർട്ട് ഓഫ് കോണ്ടിനെൻറ്റ്സ്. ഓക്കെ, നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അതിനുശേഷം നെക്സ്റ്റ് ഇല്ലേ, ഫീച്ചേഴ്സ് ഓഫ് മൺസൂൺ. അതൊരു ഡയഗ്രാം വരച്ചാൽ മതി. കാരണം നമ്മൾ ഇത്രയും സ്പേസ് അവിടെ കളയേണ്ട ആവശ്യമില്ല. കാരണം ചോദ്യം എക്സ്പ്ലിസിറ്റായി ചോദിച്ചില്ല, ഇംപ്ലിസിറ്റ് അല്ലേ. അപ്പോൾ അതിനത്ര സ്പേസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ലിമിറ്റ് ചെയ്യുക സ്പേസൊക്കെ. നല്ല പോയിൻറ്റ്സ് ആയിരുന്നു, ആഡ് ചെയ്താൽ അത്രയും നല്ലത്. പക്ഷേ സ്പേസ് ഒന്ന് ലിമിറ്റ് ചെയ്യുക. ഒരു ഡയഗ്രാം വരച്ചിട്ട് ചെറിയ രീതിയിൽ കൊടുത്താൽ മതി. അപ്പോൾ നല്ല പോയിൻറ്റ്സ് ആയിരുന്നു. ഓൾറെഡി വെറ്റ് ആൻഡ് ഡ്രൈ സീസൺ റിവേഴ്സൽ ഓഫ് ഇൻ മൺസൂൺ ഔട്ട്ബേസ്റ്റ്. ഓക്കെ, വേരിയബിലിറ്റി, ഗ്രാജുവൽ അഡ്വാൻസ്, നല്ല പോയിൻ്റാണ്. പിന്നെ അതിനുശേഷം IT സീസൺ ഇൻഫ്ലുവൻസ് മൺസൂൺ ബൈ ഷിഫ്റ്റ് സ്ട്രെങ്തനിങ് ഓർ വീക്കനിങ് മൺസൂൺ. അത് ഇൻട്രൊഡക്ഷൻ്റെ കൂടെ തന്നെ എഴുതിയിട്ട് ഈ ഫീച്ചേഴ്സ് എഴുതിയാൽ മതിയായിരുന്നു. മനസ്സിലായോ? ഈ സ്പേസ് ഒന്ന് ലിമിറ്റ് ചെയ്യുക. ഇൻട്രൊഡക്ഷൻ ഇത്ര എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നെക്സ്റ്റ് സെക്ഷനായിട്ട് വരുന്നത് ബോഡി പാർട്ടാണ്. ഇപ്പോൾ മൺസൂൺ വിൻ പാറ്റേൺ ഓഫ് ഇന്ത്യ ഇൻ ജൂലൈ. ഓക്കെ, ഡ്യൂറിങ് സമ്മർ IT സീസൺ ഷിഫ്റ്റ് നോർത്ത് വേർഡ്സ്. എന്തായാലും മസ്റ്റായ ഒരു പോയിൻ്റാണ്. നോർത്ത് വേർഡ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അറൗണ്ട് അപ് ടു 30 നിയർ ദ ഹിമാലയാസ്. ദസ് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻ ക്രോസ് ഇക്വേറ്റർ ഡെപ്ത് റൈറ്റ് ആൻഡ് കോഴ്സ്. ഓക്കെ, അവിടെ ഒരു കോറിയോളിസ് ഫോഴ്സ് എന്നൊക്കെ കീവേഡ് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. കാരണം അതൊക്കെ കാരണമാണല്ലോ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഓൾസോ ഡ്യൂറിങ് സമ്മർ സബ് ട്രോപ്പിക്കൽ വെസ്റ്റേൺ ജെറ്റ് സ്ട്രീം ഷിഫ്റ്റ്സ് നോർത്ത് വേർഡ് ഹൈ പ്രഷർ ഇൻ ദ റീജിയൻ ആൻഡ് കോസിങ് ഔട്ട് ബേസ്റ്റ് ഓഫ് മൺസൂൺ. ഇവിടെ ബ്രാഞ്ചസ് ഓഫ് മൺസൂൺ കൊണ്ടുവരുന്നത് നല്ലതാണ്. കാരണം വിൻ പാറ്റേൺ അല്ലേ ചോദിച്ചത്. അപ്പോൾ ഇത് ഏത് രീതിയിലേക്കാണ് പോകുന്നത് അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യണം. ബ്രാഞ്ചസ് ഓഫ് മൺസൂൺ ഡയഗ്രാം നല്ലതായിരുന്നു. ജസ്റ്റ് ഒന്ന് വിൻ പാറ്റേൺ ആയതുകൊണ്ട് തന്നെ ഒരു ബ്രാഞ്ച് ഓഫ് മൺസൂൺ കൊടുക്കാം. അറേബ്യൻ ബ്രാഞ്ചും ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചും. ജസ്റ്റ് അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്താൽ നല്ല പോയിൻ്റ് ആവും. പിന്നെ മൺസൂൺ പാറ്റേൺ ഓഫ് ഇന്ത്യ ഇൻ ഡിസംബർ. സോ ഡ്യൂറിങ് വിൻ്റർ IT സീസൺ ഷിഫ്റ്റ് സൗത്ത് വേർഡ്. ഓക്കെ, നല്ല പോയിൻ്റ്. ഡ്രൈ കണ്ടീഷൻ ഇൻ കൺട്രി ഡയഗ്രാം വരച്ചു. പിന്നെ സബ് ട്രോപ്പിക്കൽ വെസ്റ്റേൺ ജെറ്റ് സ്ട്രീം ഷിഫ്റ്റ് സൗത്ത് വേർഡ്. പിന്നെ പ്ലേസും കൊടുത്തു, ടിബറ്റ് നോക്കെ. ഓക്കെ, അത് നല്ല പോയിൻറ്റ്സാണ്. പിന്നെ ഇവിടെ രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ആ റെയിൻഫോൾ റീജിയനൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യുക. കോറമണ്ടൽ കോസ്റ്റിലും അതുപോലെ സൈക്ലോണൊക്കെ വരുന്നത് ഈ ഡിസംബർ ആ സമയത്തല്ല. നോർത്ത് ഈസ്റ്റിൻ്റെ കാരണമാണ്. ആ സമയത്ത് ആ ഏരിയയിലുള്ള ക്ലൈമാറ്റിക് ചേഞ്ചസൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഡിസ്കസ് എന്നായതുകൊണ്ട് നമുക്ക് എല്ലാ പെർസ്പെക്റ്റീവും കൊണ്ടുവരാം. അത്ര സ്പേസ് എടുക്കണ്ട. ഇവർ ചോദിച്ച മെയിനായിട്ടും ആ വിൻ പാറ്റേൺ ആണ്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഏതൊക്കെയാണ് കൊണ്ടുവരിക. കോറമണ്ടൽ കോസ്റ്റില, സൗത്ത് ഈസ്റ്റ് ഏരിയ, അതൊക്കെ കൊണ്ടുവരിക. സൈക്ലോൺ വരുന്നൊരു സൈക്ലോൺ വരുന്നൊരു ഫിനോമിനയാണ് പിന്നെ മൺസൂൺ വിൻ പാറ്റേൺ ഓഫ് ഡിസംബർ. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുവന്നാൽ അത്രയും നല്ലത്. ഇവിടെ ഡിസ്കസ് ആയതുകൊണ്ട് തന്നെ ലിമിറ്റിംഗ് ഫാക്ടർ കൊണ്ടുവരിക. ഇതെപ്പോഴും ഒരുപോലെ തന്നെ അല്ലല്ലോ. ചില വർഷങ്ങളിൽ എൽനീനോ കാണാം, MGO മാഡം ജൂലൈ ഓസിലേഷൻ്റെ പ്രശ്നങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ IOD പോസിറ്റീവ് നെഗറ്റീവ് IOD. അപ്പോൾ അതൊന്ന് മെൻഷൻ ചെയ്യണം എന്തായാലും. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. കാരണം ഡിസ്കസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഒരു ലിമിറ്റിംഗ് ഫാക്ടർ അല്ലേ മൺസൂണിൻ്റെ ഒക്കെ. IOD, എൽനീനോ, MGO അത് കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ അതർ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മൺസൂൺ ട്രോപ്പിക്കൽ ഈസ്റ്റേർലി ജെറ്റ് സ്ട്രീം ഡ്യൂറിങ് സമ്മർ ടിബറ്റ്. ഓക്കെ, ഈസ്റ്റേർലി ജെറ്റ് സ്ട്രീം ഡയഗ്രാം വരച്ചു. മസ്കറീനായി ഞാൻ ഇതാദ്യം നോക്കിയതാണ്. അത് ഇവിടെ ആഡ് ചെയ്താൽ മതിയായിരുന്നു. ഇൻ ജൂലൈ ആ സമയത്ത് ഞാൻ വെച്ചാൽ അത് അവിടെയാണ് ഉദ്ദേശിച്ചത്. ഇത് ലാസ്റ്റ് എഴുതിയതും ഓക്കെ, ഇറ്റ്സ് ഗുഡ്. പിന്നെ ജോഗ്രഫി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഈ സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റും അഗ്രികൾച്ചറൽ ഇമ്പാക്റ്റ് ഇതൊക്കെ ഒന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുക. ലാസ്റ്റ് അത്ര പോയിൻ്റ് വേണ്ട. ഒരു ഡയഗ്രാം വരച്ചിട്ട് എന്തായാലും ഒരു സോഷ്യൽ ഇമ്പാക്റ്റ്. കാരണം ജോഗ്രഫി ക്വസ്റ്റ്യൻ ആകുമ്പോൾ പിന്നെ ഹ്യൂമൻ ജോഗ്രഫിയൊക്കെ ഒരു പെർസ്പെക്റ്റീവ് കൊണ്ടുവരുന്നത് നല്ലതാണ്. സോഷ്യോ ഇമ്പാക്റ്റ്, മൺസൂൺ അഗ്രികൾച്ചർ എങ്ങനെ ബാധിക്കുന്നു, എക്കണോമി എങ്ങനെ ബാധിക്കുന്നു, മൈഗ്രേഷൻ, എന്തും കൊണ്ടുവരാം. ഹ്യൂമൻ ജോഗ്രഫി റിലേറ്റഡ് എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുക. ലാസ്റ്റ് അത്ര വെയിറ്റേജ് കൊടുക്കണ്ട, പക്ഷെ കൊണ്ടുവരാൻ ശ്രമിക്കുക. കുറേ ഡൈമെൻഷൻ കൊണ്ടുവരാൻ നോക്കുക. UPSCയിൽ മെയിൻ പോയിൻ്റ് എന്ന് വെച്ചാൽ കുറേ ഡൈമെൻഷൻ കൊണ്ടുവരാൻ നോക്കുക. എക്സ്പ്ലിസിറ്റായി ചോദിച്ച കാര്യങ്ങൾ എന്തായാലും മെൻഷൻ ചെയ്യണം. ഇംപ്ലിസിറ്റായിട്ട് നമുക്ക് മാക്സിമം കൊണ്ടുവരാൻ പറ്റുന്ന അത്രയും കൊണ്ടുവരിക. മനസ്സിലായോ? ഓവറോൾ അത് നല്ല ആൻസർ ആയിരുന്നു. ആവശ്യത്തിനുള്ള പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. ജെറ്റ് സ്ട്രീം എന്താണെന്നും ജെറ്റ് സ്ട്രീം വന്നു, IT സീസൺ സൗത്ത് വേർഡ്സ് നോർത്ത് വേർഡ്സ് അതൊക്കെ വന്നു. ഡയഗ്രാം വരച്ചു, മസ്ക്രീനായി വന്നു. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നത്. പക്ഷേ ആ ഡിസ്കസ് മാത്രം പറഞ്ഞതുകൊണ്ട് പിന്നെ സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ് അതൊക്കെ ഒന്ന് കൊണ്ടുവരിക. ബട്ട് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് വെച്ചാൽ വേണ്ട. ഒരു ലിമിറ്റായ ഒരു ചെറിയൊരു സ്പേസിൽ ഒരു ഡയഗ്രാം വരച്ചാലും മതി. പിന്നെ കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ റെലവൻസ് കൊടുക്കുക.
ഒരു അൺപ്രഡിക്റ്റബിലിറ്റി അല്ലേ ഇപ്പോഴത്തെ റെയിൻഫോളും മൺസൂണൊക്കെ. അപ്പോൾ അതെങ്ങനെ ഇന്ത്യയെ ബാധിക്കുന്നു ജസ്റ്റ് ഇങ്ങനെ പറയാതെ ദ ഷിഫ്റ്റ് ഓഫ് ഐറ്റിസ് കോസസ് ചേഞ്ച് ഇൻ പ്രസിപ്പിറ്റേഷൻ പാറ്റേൺ ഓഫ് ഇന്ത്യ. അതിന് പകരം നിലവിലെ സാഹചര്യം പറയുക. ഇന്ത്യൻ മൺസൂൺ ഇപ്പോൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക, കുറേ ഫാക്ടേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കൺക്ലൂഡ് ചെയ്യുക. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, റിപ്ലൈ ചെയ്യാം.